രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ് തുടരുന്നത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായത്. അതിനെ ശക്തമായി പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തിരിച്ചടിക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. പക്ഷേ പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിർത്തി മേഖലയിലടക്കം ഷെല്ലാക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ 4:30 ചിലയിടങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അല്പസമയം മുമ്പ് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. 400-ലധികം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടത്. അത് തുർക്കിഷ് നിർമ്മിത ഡ്രോണുകളാണെന്ന് കൂടി ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു. എന്നാലും ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർത്തുവെന്നും പാകിസ്ഥാനിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയെന്ന് കൂടി ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുകയാണ്. കൂടുതൽ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനെതിരെ സാമ്പത്തികമായ ഒരു ഉപരോധം കൂടി തീർക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ UK അതുപോലെ തന്നെ US വിദേശകാര്യ സെക്രട്ടറിമാരുമായി സംസാരിച്ചതായി ഇപ്പോൾ വിക്രം മിശ്രി അറിയിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് വിദേശകാര്യ സെക്രട്ടറിമാരുമായി സംസാരിച്ചത്. അതിൽ കൃത്യമായി ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാടിന് ഇരു രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ പാകിസ്ഥാന്റെ പ്രകോപനവും അതുപോലെ തന്നെ പാകിസ്ഥാൻ സ്ഥിതി വഷളാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിർത്തി മേഖലകൾ പൂർണ്ണമായും ജാഗ്രതയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ ജാഗ്രത നിർദ്ദേശമാണ് തുടരുന്നത്. ഇതിനോടൊപ്പം തന്നെ അവധിയിൽ പോയ ഉദ്യോഗസ്ഥരോട് ഉടൻ തന്നെ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ അതിർത്തി മേഖലകൾ അതിർത്തി സംസ്ഥാനങ്ങൾ അടക്കമുള്ള അവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കുകയും സാഹചര്യങ്ങളടക്കം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇത് നിരവധി ഇടങ്ങളിൽ അംബാല അടക്കമുള്ള നിരവധി ഇടങ്ങളിൽ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 മണിയോടുകൂടി വൈദ്യുതികൾ പൂർണ്ണമായും അണയ്ക്കും. നാളെ രാവിലെ 6 മണിയോടുകൂടി മാത്രമായിരിക്കും ഈ വൈദ്യുതികൾ വീണ്ടും അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് ഇന്ത്യ പോകുന്നത്. ഏത് സാഹചര്യം നേരിടാൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ഏത് സാഹചര്യം നേരിടാൻ പൂർണ്ണമായും സജ്ജമായിരിക്കാൻ തന്നെ നിർദ്ദേശമുണ്ട്. 3 സേനകളും അതിന്റെ തയ്യാറെടുപ്പുകളടക്കം നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലയിലടക്കം ഈ വ്യോമാക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കിയിട്ടുണ്ട്. കരസേനാ യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമി വിന്യാസവും ആരംഭിച്ചതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൂടെ തന്നെ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങളുമായി ബംഗ്ലാദേശ് അതുപോലെ തന്നെ മറ്റിടങ്ങൾ ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളോടും ആ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വിവിധ മന്ത്രാലയങ്ങൾ ശക്തമായ അവലോകനങ്ങൾ നടത്തുകയാണ്. ഓരോ മന്ത്രാലയവും അവരവരുടെ രീതിയിൽ കൃത്യമായി രാജ്യത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി വരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതുപോലെ തന്നെ വാണിജ്യ സംസ്കരണ മന്ത്രാലയം അടക്കമുള്ളവർ കൃത്യമായി അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. രാജ്യത്തെ ഇത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അവിടെ സജ്ജീകരണങ്ങളുണ്ടോ, ആവശ്യത്തിന് മരുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നു. എന്തായാലും സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. കൃത്യമായി പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉന്നതതല യോഗങ്ങൾ ചേർന്നിരുന്നു. അതിർത്തി മേഖലയിൽ BSF അതുപോലെ തന്നെ CISF അടക്കമുള്ളവരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിർത്തി മേഖലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ സേനാ മേധാവിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏത് തരത്തിലായിരിക്കും ഒരു തിരിച്ചടി നൽകേണ്ടത്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങൾ അടക്കം പ്രതിരോധ മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കൃത്യമായ ആശയവിനിമയം എല്ലാ മന്ത്രാലയങ്ങളും പരസ്പരം നടത്തുന്നുണ്ട്. കൃത്യമായ ഏകോപനവുമായി തന്നെയാണ് മന്ത്രാലയങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാത്രിയോടുകൂടി ഒരുപക്ഷെ ഇന്നലെ 8 മണിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായത്. സമാനമായ രീതിയിൽ ഒരു പ്രകോപനവുമായി പാകിസ്ഥാൻ മുന്നോട്ട് വരുമെന്ന ഒരു ആശങ്ക നിലവിൽ ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിലയിരുത്തൽ ആയിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. യാതൊരുവിധ പഴുതുകളുമില്ലാതെ പൂർണ്ണമായും സജ്ജമായി തന്നെയാണ് രാജ്യം ഇരിക്കുന്നത്. കൃത്യമായ പ്രതിരോധവും അതുപോലെ തന്നെ തിരിച്ചടി ഉണ്ടാകും. ഇത് ലോകരാജ്യങ്ങളെ കൂടി ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങൾക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കണം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും ലഭ്യത ഉറപ്പാക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാർക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാർത്താക്കുറിപ്പടക്കം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഡിഫൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ
കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് കൂടി ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വന്തം നിലയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് സ്വന്തം നിലയ്ക്ക് മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിൽ പ്രത്യേകം യോഗം ചേരുന്നു. അതുപോലെ തന്നെ സേനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്നാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അടക്കം പോലീസിനോടും അതുപോലെ തന്നെ സേനയ്ക്കും ആവശ്യപ്പെട്ടത്. കൃത്യമായി എല്ലാ സാഹചര്യവും നേരിടാൻ തയ്യാറെടുത്തിരിക്കണം. കാരണം മോക്ക് ഡ്രിൽ നടപടികൾ അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളോടും ആ മോക്ക് ഡ്രിൽ നടപടികളിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് അന്ന് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ബ്ലാക്കൌട്ട് അടക്കമുള്ള നടപടികളിലേക്ക് അംബാല അടക്കമുള്ള നഗരങ്ങൾ പോകും. അതുപോലെ തന്നെ കൃത്യമായി സർക്കാരും അതുപോലെ തന്നെ സേനകൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകണമെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളോടും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് തന്നെ പ്രധാനമന്ത്രി സംസാരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ, സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും സേനകളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ് ഡൽഹിയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത്. ഡൽഹിയിൽ എപ്പോഴും ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു ഇടമാണ്. പക്ഷേ ഇപ്പോൾ അതീവ ജാഗ്രതയുണ്ട്. രാത്രിയോടുകൂടി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഡൽഹിയിൽ ഒരുക്കും. ഇന്നലെ രാത്രിയിൽ ഉള്ള നമ്മൾ സംവിധാനങ്ങൾ അടക്കം കണ്ടതാണ്. വലിയ സുരക്ഷയിൽ തന്നെയാണ് ഡൽഹി ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഡൽഹിയിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്, സുരക്ഷാ വിന്യാസമുണ്ട്. CSF അതുപോലെ തന്നെ BSF അടക്കമുള്ള സേനകൾ കൃത്യമായി സാഹചര്യം വിലയിരുത്തി വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം വിലയിരുത്തലാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. ഡൽഹിയിൽ ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം ഉണ്ടാവുക ണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എയർ സൈറനടക്കം ഇന്ന് പ്രവർത്തനം മോക്ക് ഡ്രിൽ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണം, അത് രാജ്യത്തെ എല്ലാ ജനങ്ങളും പാലിക്കണമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിവിധ ഒരുക്കങ്ങളുമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഉണ്ടായാൽ അതിനെ ശക്തമായി തിരിച്ചടിക്കും, അതിനെ പ്രതിരോധിക്കും. അല്ലാതെ ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു പ്രകോപനത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ സാഹചര്യം വഷളാക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കെതിരെയാകട്ടെ അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയാകട്ടെ എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത് ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ഈ സൈനിക തലത്തിലുള്ള നീക്കത്തിന് പുറമെ IMF-നെ കൂടി സമീപിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും IMF-ൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കുന്ന സഹായം, ധനസഹായം കൂടി നിർത്തലാക്കാൻ തന്നെ ഇന്ത്യ നടപടികളുമായി മുന്നോട്ട് പോകും. കൃത്യമായി പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് IMF-നെ ഇന്ത്യ അറിയിക്കും. ഭീകരവാദത്തിന് വേണ്ടിയാണ് ഈ IMF-ൽ നിന്നടക്കം ലഭിക്കുന്ന പണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഭീകരരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടിയുള്ള പരിശീലനം നൽകുവാനാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി IMF-നെ ഇന്ത്യ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. 7:30 കൂടിയാണ് IMF-ന്റെ ഒരു യോഗം ചേരുക എന്ന് നമുക്ക് മനസ്സിലാകാം.